ആ ബോണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സേവ് ചെയ്യുക. അതൊരു ലൂപ്പാണ്. പുതിയതായിട്ട് മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിലേക്ക് വരുന്ന പിള്ളേരോട് എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഈ ടെക്നീഷ്യൻ മേഖലയ്ക്ക് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ വെച്ച് കഴിഞ്ഞാല്, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും എന്റർടൈൻമെന്റിനല്ല നമ്മൾ പോണത്, നമ്മളൊരു കാര്യം പഠിക്കാനാണ് പോണത്. അപ്പൊ എന്റർടൈൻമെന്റ് നോക്കിയിട്ടല്ല പോണ്ടത്. അവിടുന്ന് എന്ത് കിട്ടണമെന്ന് നമ്മൾ അറിയണം. ആദ്യം നമ്മൾ അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെ നല്ല പോലെ അന്വേഷിക്കണം. അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ എങ്ങനെയുണ്ട് ക്ലാസ്, അവരിപ്പോൾ എവിടെ നിൽക്കണു, എത്ര കാലം ഒരു ഷോപ്പിൽ നിൽക്കുന്നുണ്ട്, എന്താണ് അവരുടെ അവസ്ഥ എന്ന് നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേർപ്പൊലിച്ചുണ്ടാക്കിയ കായ് അവിടെ കൊണ്ടുപോയി കൊടുക്കുക. രക്ഷിതാക്കളോടാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് നമ്മളെ അങ്ങോട്ട് പറഞ്ഞ് പൊട്ടക്കൻ്റെക്ക് തള്ളിയിടും. ആ തള്ളിയിടുന്ന ടൈമിലാണ് നിങ്ങൾക്ക് ഈ ബോണ്ടും കാര്യങ്ങളൊക്കെ വരിക. ആ ബോണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സേവ് ചെയ്യുക. അതൊരു ലൂപ്പാണ്. ഇനി നമ്മൾ കുറേ പരസ്യങ്ങൾ കാണും. പഠിച്ചു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് 30,000 സാലറി, 50,000 സാലറി ഒരിക്കലും കിട്ടൂല. ഒരു ചുക്കും കിട്ടാൻ പോണില്ല. എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അവനാന്റെ സ്കില്ലിനനുസരിച്ചിട്ട് ഇരിക്കും നമ്മളെ സാലറിയും കാര്യങ്ങളൊക്കെ. പരസ്യം വെറും പരസ്യം മാത്രം. ആ പരസ്യം കണ്ടിട്ട് ആരും ഇതിൽ വന്ന് ചാടാൻ നിൽക്കരുത്. നിങ്ങൾ ആ പരസ്യം കണ്ടു വന്ന് ചാടേണ്ട ഫീൽഡ് അല്ല. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം ഈ ഫീൽഡിലേക്ക് വരാൻ. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇതുപോലുള്ള ലൂപ്പിൽ പെട്ടിട്ട് ഓരോരുത്തർ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായി ഈ വീഡിയോയുടെ കമന്റിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ ഷെയർ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ മറ്റുള്ളവർ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തേടി പോകാം.